ഒരമ്മയുടെ ആദി വേവലാതി ഒക്കെ ഉള്ളൊരു സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർവതിക്ക് ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം ഡേറ്റ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എപ്പോഴാണോ ഓടേണ്ടത് ആ സമയത്ത് ഓടിയാൽ മതി. അതാണ് പ്രശ്നം. രാത്രിയിൽ അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ പാർവതി ചെക്കൻ ഉണ്ട്, ജിഷ്ണു ഉണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ ഞാനും മോളും തന്നെ ഉണ്ടാവുന്നു. ഇന്നലെ തന്നെ ചേച്ചീന് രാത്രിയിൽ വെറുതെ ഉറക്കം വരണില്ല എന്ന് പറഞ്ഞാൽ 3 തവണ വിളിച്ചിട്ടും നല്ല ഉറക്കമായിരുന്നു ശാലിനി. അപ്പോൾ അതൊക്കെയാണ് ഒരു ടെൻഷൻ വരുന്നത്. വിളിച്ചാൽ ഓടി വരാൻ. പിന്നെ വണ്ടികളൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഒരു സമാധാനം. 18-ാം തീയതി വീണ്ടും ഡോക്ടറെ നിൽക്കാം. ഇപ്പോൾ ഈ 8 മാസത്തിനിടയ്ക്ക് 9 മാസമാകുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു 8 തവണ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. ഒരു തവണ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ പ്രഗ്നൻസി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓൺലൈൻ വഴി മൊബൈൽ ഫോണിൽ കൂടി ഒപ്പിച്ചിട്ട് എടുക്കാൻ പറ്റാവുന്നതുകൊണ്ട് അതൊരു ഭാഗ്യം. പോയി നിൽക്കണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 18-ാം തീയതി ഒന്നും കൂടി ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും 21-ാം തീയതി നമുക്ക് ചെക്കപ്പിനായിട്ട് ആശുപത്രിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അന്ന് തന്നെ അഡ്മിറ്റ് ആക്കാനുള്ള സാധ്യതയുണ്ടോ എന്നെനിക്കൊരു സംശയം ഇല്ലാതില്ല. അങ്ങനെ ഒരു നോർമൽ സ്റ്റേജിൽ നമ്മൾ അവിടെ ആശുപത്രിയിൽ എത്തിയിട്ട് പിന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നാൽ അതൊരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ വച്ചിട്ടൊക്കെ അങ്ങനെ അമ്മ എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ സമയം ഞാനും തകർന്ന് തരിപ്പണമാവും. ദൈവം എല്ലാത്തിനും ഒരു ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പിന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പേര് സെലക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം പേരിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയാണ്. നമുക്ക് കയ്യോടെ ആശുപത്രിയിൽ നിന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സമയത്ത് അവർ ചോദിക്കും നമ്മളോട് പേര് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ. പേര് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കയ്യോടെ പേര് പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ ആ പേര് എഴുതി കൊടുത്താൽ അവർ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് കേട്ടിട്ട് നമുക്ക് തരും. അപ്പോൾ പിന്നെ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. പക്ഷേ പേര് നമ്മൾ നിർദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അമ്മയുടെ പേര് കൂട്ടി ബേബി എന്നെഴുതി തരും. പിന്നെ നമ്മൾ ആ സംഭവം കൊണ്ട് മുനിസിപ്പാലിറ്റി കയറി ഇറങ്ങണം ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേര് ഇതുവരെ സെലക്റ്റഡ് ആയിട്ടില്ല. ചേച്ചിയുടെ മോൻ ഓംകാറാണ്, ശാലിനിയുടെ. നാത്തൂൻ്റെ മോൻ അമർനാഥാണ്. അപ്പോൾ ഇതുപോലെ ഒരു പേരാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ ഇന്ന് അത്താഴത്തിൻ്റെ പണിയൊക്കെ നേരത്തെ കഴിച്ചു കേട്ടോ. കാരണം സാമ്പാറും കൂർക്കോപ്പേരിയും ചെമ്മീനും മാങ്ങ ചമ്മന്തിയുണ്ട്. എന്നാലും മോൻ പറഞ്ഞു ഞാൻ മീൻ കിട്ടും നോക്കട്ടെ അമ്മ എന്ന് പറഞ്ഞിട്ട്. അയ്യോ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. കാരണം കുറേ അലക്കിയിട്ടു, പിന്നെ കുറേ വിറക് കൊത്തി, അതൊക്കെ കഴിഞ്ഞിട്ട് ഈ വൈകുന്നേരം മീനും കൊണ്ടുവന്നിട്ട് ഒന്നോർത്ത് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഒന്ന് വിഷമിച്ചു. അപ്പോൾ ഒത്തിരി സമയം വൈകിട്ടാണ് വന്ന് ഞാൻ വിചാരിച്ചത് എന്ത് പറ്റിയപ്പോൾ ഞാൻ ഇതാ നേരം വൈകിയെന്ന് വെച്ചപ്പോൾ വെറുതെ ഒന്ന് കറങ്ങിയെന്ന് പറഞ്ഞു. പക്ഷേ പാഴ്സൽ സാധനം ഉണ്ടായിരുന്നു, ബിരിയാണി കഴിച്ചു. അപ്പോൾ അടുക്കളയിൽ കയറേണ്ടതായിട്ട് വന്നിട്ടില്ല. ഒരുപാട് സമയം ഇതേമാതിരി കിട്ടി. അപ്പോൾ പാറിൻ്റെ കൂടെ ഇങ്ങനെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. പാപ്പനും മോനും കൂടി കിടക്കുക. മോന് നല്ല ഉറക്കമായി ഓങ്കാറ്. അവൻ്റെ അമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നേരം വരെ കാണാനില്ല, വരും. അപ്പോൾ അങ്ങനെ ഇന്നൊരു നല്ല ദിവസമായിട്ട് മാറി. പണിക്കുറവ് വന്നപ്പോഴേ ഇതിലാരും ഒന്ന് വിശ്രമിക്കാനായിട്ട് പറ്റി ഇങ്ങനെ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തും പിടിച്ചും ഒക്കെ ഇരിക്കും. ഇന്നിപ്പോൾ ഹായ് കിടന്നു. പാവം തോന്നും. എന്താണ് പെണ്ണായി പറഞ്ഞാൽ ഇതൊക്കെ അനുഭവിച്ചേ തീരും. ഏപ്രിൽ മാസം 7-ാം തീയതി ആയിരുന്നു വിവാഹം. ഏതാണ്ട് ഏപ്രിൽ മാസം 7-ാം തീയതിയോടുകൂടി അല്ലെങ്കിൽ അതിനുള്ളിൽ ഉണ്ണി ഉണ്ടാവും. അപ്പോൾ എനിക്ക് യൂട്യൂബിനകത്ത് കാരണം ഒന്നും ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല. ഇനിയിപ്പം വരുന്ന 3 മാസക്കാലം ഞാൻ എൻഗേജ്ഡ് ആയിരിക്കും. എന്നാലും ഞാൻ യൂട്യൂബിൽ നിന്ന് മാറിപ്പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളായിട്ട് ഞാൻ വരും കേട്ടോ നിങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ ഇപ്പോൾ ഞാൻ
ഗുഡ് നൈറ്റ് പറയാൻ കേട്ടോ. നാളെ കാണാം.